ഞാന് കാലടിയില് ആദിശങ്കരൻ ജയന്തി നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ വീട് പുൽവാരടുത്ത്. ജന്മന ഞാൻ ഒരു ഹിന്ദുവാണ്, പേര് ജനാർദ്ദൻ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട അക്ബർ ഇക്ക ഡയറക്ടർ തൊട്ട് പറഞ്ഞ മറുപടികൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് തൃപ്തികരമായിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഇവിടെ ഹൈന്ദവത, ക്രൈസ്തവത, ഇസ്ലാം, അതിൽ ഇസ്ലാമികത എന്ന് എഴുതിയിട്ടില്ല, ഇസ്ലാം എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നു ഹൈന്ദവത, ക്രൈസ്തവത, ഇസ്ലാമികത, ഇതിൽ തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ഏത് സ്വീകരിക്കണം? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വടക്കേ ഇന്ത്യയിലെ അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ, പാകിസ്ഥാനിലെ ഇലക്ഷൻ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ, ഇതുപോലെ കുവൈറ്റിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു പശ്ചാത്തലമായിട്ട് ഞാൻ പറയും വിശദാംശം രാഷ്ട്രീയമായിട്ട് കയറി വരും. അപ്പൊ ഹൈന്ദവത, ക്രൈസ്തവത, ഇസ്ലാമികത, ഇതിലിവിടെ ഇസ്ലാം എന്നാണ് എഴുതിയേക്കുന്നത്. ഭാഷ, ഞാൻ ഒരു ഗ്രാജുവേറ്റ് ആണ്, സുവോളജിക്കലി പറഞ്ഞു ഫൈലം കോഡേറ്റ് പെട്ടതാണ് മനുഷ്യൻ, നട്ടിലുള്ള ജീവിയാണ് ഫൈലം കോഡേറ്റ്. വെർട്ടിപ്പുറയുള്ള ജീവികളുടെ ഫൈലം കോഡേറ്റിലെ സുവോളജിയിൽ പെടുത്തിരിക്കുന്നത്. ഈ മൂന്നും ഏത് നമ്മൾ സ്വീകരിക്കണം? ഇവർ തമ്മിൽ എന്താണ് കുഴപ്പങ്ങൾ, കോംപ്ലിക്കേഷൻ? അതിൻ്റെ ഒരു മറുപടി മാത്രം തന്നാൽ മതി. സുഹൃത്ത് ജനാർദ്ദന്റെ ചോദ്യം, എന്തേ ഹൈന്ദവത ക്രൈസ്തവത എന്ന് എഴുതിയപ്പോൾ ഇസ്ലാമികത എന്ന് എഴുതാതിരുന്നു? ഇതിലേതാണ് ശരി, എന്താണ് സ്വീകരിക്കേണ്ടത്? ലോകത്താകെ കുഴപ്പമാണ്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? മുമ്പത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം ശരിയാവുമെന്ന് അറിയില്ല. ഏതായിരുന്നാലും ചോദ്യം അതിന് ഇസ്ലാമികമായ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തരമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ പ്രശ്നം ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹൈന്ദവത എന്ന് പറയുമ്പോഴും ക്രൈസ്തവത എന്ന് പറയുമ്പോഴും ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമികത എന്ന് പറയേണ്ടതില്ല ഭാഷാപരമായി എന്നുള്ളത് കൊണ്ടാണ്. പറയാം, ഇംഗ്ലീഷിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് എഴുതും, മലയാളത്തിൽ ഹിന്ദുയിസം എന്ന് എഴുതും. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഇസ്ലാം എഴുതുമ്പോൾ ഇസ്ലാമിസം എന്ന് എഴുതുന്നില്ല. എന്താ സംഭവം? ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ ഹിന്ദു എന്നത് ഒരു ദേശവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന ദേശം. ആ ഇന്ത്യയിൽ ജീവിക്കുന്ന സിന്ധു നദീ തടത്ത് ജീവിക്കുന്ന ആളുകളെ സിന്ധുക്കൾ എന്ന് ആദ്യം വിളിക്കുകയും പിന്നീട് അത് വിദേശികൾ വിളിക്കാൻ ആരംഭിച്ച ഹിന്ദുക്കളായി മാറുകയും ചെയ്തതാണ് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അപ്പൊ ഹിന്ദു എന്നാൽ ഒരു ദേശത്തെ കുറിക്കുന്ന പദമാണ്. ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ആ ദേശത്തുള്ളവരുടെ മതമാണ്. ഹൈന്ദവത എന്ന് പറയുമ്പോൾ ആ ദേശത്തിന്റെ ദർശനമായി അറിയപ്പെടുന്ന ദർശനമാണ് ഉദ്ദേശിക്കുന്നത്. ക്രൈസ്തവത, ക്രിസ്തു എന്നതൊരു വ്യക്തിയുടെ പേരാണ്. ആ ക്രിസ്തു എന്ന വ്യക്തിയുമായി ഉൾക്കൊള്ളുന്ന, ക്രിസ്തു എന്ന വ്യക്തിയെ കേന്ദ്ര കഥാപാത്രമായി നിലനിൽക്കുന്ന, ക്രിസ്തു എന്ന വ്യക്തിയെ ആരാധിക്കുന്ന സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു ജീവിത ദർശനത്തിനാണ് ക്രൈസ്തവത എന്ന് പറയാം. ഇസ്ലാം എന്ന പദത്തിന് തന്നെ അർത്ഥം സമർപ്പണം എന്നതാണ്. അത് ആ പദത്തിൽ തന്നെ ഒരു ജീവിത ദർശനമാണ്. മറ്റേത് ക്രിസ്തു എന്ന പദം ഒരു ജീവിത ദർശനമല്ല. ഹിന്ദു എന്ന പദം ഒരു പദം എന്നുള്ള നിലക്ക് ഒരു ജീവിത ദർശനമല്ല. ഇസ്ലാം എന്ന പദം സമർപ്പണം എന്നാണ് അർത്ഥം. സ്രഷ്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിച്ചവൻ ആണ് മുസ്ലിം. അപ്പൊ ഇസ്ലാം എന്നല്ല പറഞ്ഞാൽ അത് ആ പദത്തിൽ തന്നെ ഒരു ദർശനമാണ്, അതൊരു ജീവിത ദർശനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികത എന്ന് പറയേണ്ടതില്ല. മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സമർപ്പിച്ചവൻ എന്നാണ്. ഇനി സുഹൃത്തിന്റെ ചോദ്യം, എന്ത് നാം സ്വീകരിക്കണമെന്ന്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തും സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യകുലത്തിന്. എന്നാൽ ആ ചോദ്യം എന്ത് ശരി എന്നായിരുന്നെങ്കിൽ അതിനുള്ള ഉത്തരം
സട്ടാവായ തമ്പുരാൻ എന്ത് പഠിപ്പിച്ചുവോ അതാണ് ശരിയെന്ന്. ശരി എന്ത് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം, നമ്മളെ പടച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ എന്ത് പഠിപ്പിച്ചുവോ അതാണ് ശരിയെന്ന്. അവിടെ ഓരോ ദർശനം, ഏത് ദർശനം എടുത്താലും ആ ദർശനത്തിന്റെ ആശയങ്ങളിൽ സട്ടാവായ തമ്പുരാൻ പഠിപ്പിച്ചത് എന്ത് എന്ന് നമ്മൾ ചോദിക്കണം, നമ്മൾ പഠിക്കണം. ഇവിടെ വിഷയാവതരണം എൻ്റെ സുഹൃത്ത് കേട്ടോ എന്ന് എനിക്കറിയില്ല. നമസ്കാരത്തിന് മുമ്പ് 1 മണിക്കൂർ നീണ്ടു നിന്ന വിഷയാവതരണം ഉണ്ടായി. അവിടെ സ്ഥാപിച്ചത് സട്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യനെന്നും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നുമാണ് ഭാരതത്തിലേക്ക് വന്ന ദൈവദൂതന്മാർ പഠിപ്പിച്ചത്, ക്രിസ്തു പഠിപ്പിച്ചത്, ഇസ്ലാമിക ദർശനം പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. അവ സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. അവനല്ലാത്തവരാരാണെങ്കിലും, എത്ര മഹാനായ പുരുഷനാണെങ്കിലും, പ്രവാചകനാണെങ്കിലും, ദൈവദൂതനാണെങ്കിലും, അത് വിഗ്രഹമാണെങ്കിലും ശവകുടീരമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ, ഒന്നിനോടും പ്രാർത്ഥിച്ചുകൂടാ. സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണം. ഇത് പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച തത്വം. ഇതിന് ഭാരതീയ ദർശനത്തിൽ തെളിവ്, ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ തെളിവ്, പരിശുദ്ധ ഖുർആനിൽ തെളിവ്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? സ്വയം പരിശോധിക്കുക. അല്ലെങ്കിൽ ഒന്നാമത്തെ തിരുത്ത് ആവശ്യം അവിടെയാണ്. അവിടെ വർഗീയതയുടെ, വിഭാഗീയതയുടെ, ജാതി വ്യത്യാസത്തിന്റെ പ്രശ്നമില്ല. ഖുർആൻ വളരെ സമർത്ഥമായി മുഴുവൻ മനുഷ്യരെയും ക്ഷണിക്കുന്നൊരു ക്ഷണമുണ്ട്. ആ ക്ഷണം ഇങ്ങനെയാ: യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 20-21 വചനങ്ങളാണ്. ഖുർആൻ വിളിക്കുന്നത് മനുഷ്യരെയാണ്. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും ആരാണോ സൃഷ്ടിച്ചത് അവനെയാ. എങ്കിലേ നിങ്ങളുടെ ജീവിതം വിശുദ്ധമാകൂ. അവൻ ആരാണ്? അവൻ ഏതെങ്കിലും ജാതികളുടെ ദൈവമല്ല, ഏതെങ്കിലും വിഭാഗങ്ങളുടെ ശവകുടീരങ്ങളിലുള്ളവരല്ല, ഏതെങ്കിലും വിഗ്രഹങ്ങളിൽ ആവാഹിക്കപ്പെട്ടവരല്ല, ഏതെങ്കിലും പ്രവാചകന്മാരോ പുണ്യപുരുഷന്മാരോ ഒന്നുമല്ല. പിന്നെ ആരാണ്? അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവൻ. അവൻ ആരാ? അവൻ നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നവൻ. അവൻ ആരാണ്? അവൻ നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തിന് നിന്ന് ആവശ്യമായ ജലഗണങ്ങൾ ഇറക്കി തന്നവൻ. അവൻ ആ ജലഗണങ്ങളെ ഉപയോഗിച്ച് ഭൂമിയിൽ ലതാദികളും ഫലമൂലാദികളും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനെ സമന്മാരുണ്ടാക്കരുത്. ആരാണ് ഇതെല്ലാം ചെയ്തത്? നാം ആരാധിക്കുന്ന ഏതെങ്കിലും വിഗ്രഹമാണോ? നാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും പുണ്യപുരുഷനാണോ? നാം സാഷ്ടാംഗം നമിക്കുന്ന ഏതെങ്കിലും ശവകുടീരമാണോ? നാം ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും പ്രവാചകന്മാരോ അവതാര പുരുഷന്മാരോ ആണോ? സൃഷ്ടാവ് ആരാണ്? എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ. മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചവൻ ആര്? യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ചവൻ ആര്? ശ്രീകൃഷ്ണനെയും ശ്രീബുദ്ധനെയും സൃഷ്ടിച്ചവൻ ആര്? ഉത്തരം, അവർക്കെല്ലാം മുമ്പുണ്ടായിരുന്ന എല്ലാവരെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്ര ജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന തമ്പുരാൻ, അവനെ മാത്രം ആരാധിക്കുക. ഒന്നാമത്തെ പ്രശ്നം അതാ. അതോടുകൂടി വർഗീയതയുടെ, വിഭാഗീയതയുടെ എല്ലാ സീമകളും ലംഘിക്കപ്പെടുകയാണ്, എല്ലാം തകർക്കപ്പെടുകയാണ്. എന്റെ നാഥൻ, എന്നെ പടച്ചവൻ, അവനെ ഞാൻ ആരാധിക്കുന്നു.
പിന്നെ മാർഗദർശനത്തിൻ്റെതാണ് പ്രശ്നം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് മാർഗദർശനം സ്വീകരിക്കണം? ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പടച്ചവന്റേതെന്ന് ഉറപ്പുള്ള മാർഗദർശനം നിങ്ങൾ സ്വീകരിക്കുകയാണ്. പരിശോധിക്കാം. നമുക്ക് കുലങ്കുശമായ നിരങ്കുശമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭൂമിയിൽ പടച്ചവന്റേത് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു സ്രോതസ് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു സ്രോതസ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 26-ാമത്തെ അധ്യായം സൂറത്തുൽ ശുഅറായിലെ 192-ാമത്തെ വചനം. ഇത് തീർച്ചയായും സർവലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടു. ആ സർവലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. അത് ദൈവീകാണോ? നമുക്ക് പരിശോധിക്കാം. ഖുർആൻ പറയുന്നു, നിങ്ങൾ വിമർശിച്ചു പഠിക്കുക ഖുർആനെ നിങ്ങൾ അതേപോലെ കേട്ടതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഉൾക്കൊള്ളണമെന്നല്ല, മറിച്ച് നിങ്ങൾ നിരങ്കുശമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആൻ ചോദിക്കുക. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനത്തിലുണ്ട്. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവശക്തനായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പടച്ചവന്റെ അടുത്തു നിന്നുള്ളതാണോ ഈ ഗ്രന്ഥം? പരിശോധിക്കാൻ ഖുർആൻ തന്നെ ടൂൾ തരുന്നു. ഖുർആൻ തന്നെ നിങ്ങൾക്ക് ഉപകരണം തരികയാ. എന്താണ് ഉപകരണം? നിങ്ങളുടെ ഏത് അറിവ് വെച്ചും, ഏത് വൈജ്ഞാനിക ശാഖ വെച്ചും, ഏത് പുതിയ ഗവേഷണങ്ങൾ വെച്ചും പരിശോധനാ വിധേയമാക്കുക. ഒരബദ്ധം ഉണ്ടെങ്കിൽ, ഒരു വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് അംഗീകരിക്കാമെന്നാണ് ഖുർആനിന്റെ സ്വയം വിലയിരുത്തൽ. പരിശോധിക്കാം. നമുക്ക് ആധുനികമോ പൗരാണികമോ ആയ ഏതേത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചും പരിശോധിക്കാം. ശാസ്ത്രമായാകാം, ശാസ്ത്രീയമായ വ്യത്യസ്തങ്ങളായ ശാസ്ത്രശാഖകളാകാം, ചരിത്രമാകാം, ചരിത്ര വിജ്ഞാനീയത്തിലെ പുതിയ ഹിസ്റ്റോറിയോഗ്രഫിയെ പോലെയുള്ള ആധുനികമായ സങ്കേതങ്ങളാകാം, ധർമ്മശാസ്ത്രമാകാം, പ്രവചനങ്ങളാകാം. ഏതേത് മാർഗം ഉപയോഗിച്ചോളൂ നിങ്ങൾ, അതിലൊരു അബദ്ധമുണ്ട് എന്ന്, ഒരു സൂക്ഷ്മമായ അബദ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ, വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടാൽ ഇത് ദൈവികമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ഈ ഖുർആൻ സട്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട്, അത് ദൈവികമാണ് എന്ന് സ്വയം തെളിയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഖുർആൻ, ഇത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമൊന്നുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പലപ്പോഴും. മുസ്ലിം ജാതിയുടെ വേദഗ്രന്ഥമോ അല്ല. ഖുർആൻ പറയുന്നത് ഈ ഖുർആൻ മനുഷ്യർക്കുള്ള മാർഗദർശന ഗ്രന്ഥമാണ്. വിഭാഗീയതയുടെ വേലിക്കെട്ടിനപ്പുറത്ത് മുഴുവൻ മനുഷ്യർക്കുമുള്ള ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യർക്കുള്ള മാർഗദർശനമായ, ആ മാർഗദർശനത്തിന്റെ വ്യക്തമായ തെളിവായ, ആ സത്യാസത്യ വിവേചകമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. മനുഷ്യർക്കുള്ള മാർഗദർശനം പരിശോധിക്കാൻ നമുക്ക്. ഈ ഖുർആൻ നമുക്ക് മാർഗദർശനം തരുവാൻ പര്യാപ്തമാണോ എന്ന് അതിന് പരിശോധിക്കണ്ടേ? പടച്ചോന്റെ അടുത്തുനിന്നുള്ളതാണ് എന്നുള്ള രൂപത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സ്രോതസ് പരിശോധിക്കാൻ നമ്മൾ സന്നദ്ധമാകാതെ അത് ദൈവികമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതുകൊണ്ട് എൻ്റെ സുഹൃത്തിനോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സട്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കും. പടച്ചവന്റേതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു സ്രോതസ്സിനെ പരിശോധനാ വിധേയമാക്കുക, പരിശുദ്ധ ഖുർആനിനെ. അത് ദൈവികമെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അത് സ്വയം പ്രഖ്യാപിച്ചുകൊള്ളും. നിങ്ങളുടെ മനസ്സ് സ്വയം അത് സാക്ഷീകരിച്ചുകൊള്ളും. ആ പരിശുദ്ധ ഖുർആനും അതിന്റെ പ്രായോഗിക ജീവിത ദർശനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അഥവാ സുന്നത്തുമാണ്
മനുഷ്യർക്ക് കൃത്യമായി മാർഗദർശനം ചെയ്യുന്ന പ്രമാണങ്ങൾ. അതാണ് ശരിയായ മനുഷ്യർക്ക് മാർഗദർശനം ചെയ്യാൻ കഴിയുന്ന കൃത്യമായ പ്രമാണങ്ങൾ. അത് സ്വീകരിച്ചാലേ മനുഷ്യർക്ക് വ്യക്തമായ, സത്യസന്ധമായ, ദിവ്യമായ മാർഗദർശനം ലഭിക്കുകയുള്ളൂ. അതാണ് മനുഷ്യർ ആത്യന്തികമായ രക്ഷയിലേക്ക് നയിക്കുന്നതും എന്ന് മാത്രമാണ് ചോദ്യത്തിനുത്തരമായി എനിക്ക് സൂചിപ്പിക്കാൻ.